الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم بلغوا عني ولو آية. സ്നേഹാദരവുകളുള്ള നമ്മുടെ ഈ വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷനും നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റുമായ KVK ഫൈലി അവർകളെ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച അഭിവന്ദനായ MC മുഹമ്മദ് അജി സാഹിബ്, അഭിവന്ദനായ വേദിയിലെ അബ്ദുസലാം ബാക്കവി, ഖാദി മുഹമ്മദ് മുസ്ലിയാർ, പള്ളിയിലെ ഇമാം, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരുടെ പേരിലാണോ ഈ മജ്ലിസ് ഒരുക്കിയത്, മുഹമ്മദ് മുഷ്ഫിഖ് എന്ന പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സഹോദരന്, ആ കൊച്ചു വിദ്യാർത്ഥിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആ കുഞ്ഞിന്റെ പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ച നല്ലവരായ പ്രദേശത്തെ യുവാക്കൾക്കും അതിന് സഹായിച്ച അദ്ദേഹത്തിന്റെ പിതാവടക്കമുള്ള കുടുംബത്തിനും അർഹതപ്പെട്ട പ്രതിഫലം അല്ലാഹു ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളായി വളർത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതകാലം അത്രയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിക ജീവിതം നിർവഹിക്കുവാനും മരണസമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഓരോരുത്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. ഇസ്ലാമിക ഉമ്മത്തിന്റെ അടിസ്ഥാന ഘടകമായ നമ്മുടെ മഹല്ല് ജമാഅത്തുകളിൽ നല്ല പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധ്യമായാൽ ഒട്ടേറെ പരിവർത്തനങ്ങൾ നമ്മുടെ മഹല്ലത്തിലൂടെ ജനങ്ങളിൽ വരുത്താൻ നമുക്ക് സാധ്യമാകും. ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കേവലം പള്ളിയുടെ പരിപാലനമാകുന്ന ചെറിയ പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട് ഒതുങ്ങി നിൽക്കേണ്ടവരല്ലെന്നും മഹല്ലത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞ ഒരു പറ്റം ആളുകളുടെ പ്രവർത്തനോന്മുഖതയാണ് ഇവിടെ ഒരു റിപ്പോർട്ടിലൂടെ ബഹുമാന്യനായ MC മുഹമ്മദ് അജി സാഹിബ് അവതരിപ്പിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കാരണം മഹല്ലുമായോ മഹല്ല് ഭരണവുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളല്ല എന്നോട് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക എന്നതാണ്. അള്ളാഹുവിന്റെ അടിമകളായി ഭൂമുഖത്ത് ജീവിക്കുന്ന നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സംഘാടക സഹോദരങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഷ്ഫിഖിനെ. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പിതാവ് ആ കുഞ്ഞിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കും. നാട്ടിലെ മുഴുവൻ ആളുകളും ആ കുഞ്ഞിനെ കുറിച്ച് നല്ലത് മാത്രം പറയും.
ആ കുട്ടിയെ അടുത്ത കാലത്ത് പരിചയപ്പെടുന്ന പള്ളിയുടെ ഉസ്താദടക്കമുള്ള മുഴുവൻ ആളുകളും ആ കുഞ്ഞിനെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ എന്താ കാരണം? ആ കുട്ടി ചെയ്ത നല്ല പ്രവർത്തനം, നല്ല പെരുമാറ്റം. ഒരു മനുഷ്യനെ ഭൂമിയിൽ അനശ്വരനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ നല്ല പ്രവർത്തനങ്ങളാണ്. അത്തരം നല്ല പ്രവർത്തനം ആ കൊച്ചുകുട്ടി ചെയ്തപ്പോൾ എല്ലാവരും ആ കുട്ടിയെ സ്മരിക്കുന്നു, എല്ലാവരും ആ കുട്ടിയെ നല്ല മനസ്സോടുകൂടി ഓർക്കുന്നു. ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കുക എന്നാൽ അത് വലിയൊരു സന്തോഷമാണ് എന്ന വസ്തുതയാണ്. ഒരു കുഞ്ഞു കുടുംബത്തിൽ ജനിക്കുക എന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ചില പ്രയോഗങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് കുഞ്ഞില്ലാത്ത സമയത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു കൊടുത്ത മറുപടി, അതുപോലെ സമാന സംഭവങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ മറുപടി, ഈ കുഞ്ഞിന്റെ ജനനം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ പിറവി ഒരു കുടുംബത്തിൽ എന്താണ് സംഭവിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ തരണേ തമ്പുരാനെ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, പടച്ചോനെ എനിക്ക് നല്ല ഒരു കുഞ്ഞിനെ തരണമേ എന്നാണ് ഇബ്രാഹിം നബി തങ്ങളുടെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത മറുപടി എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന മറുപടി, ഫബശർനാഹു ബിഉലാമിൻ ഹലീം. ഫബശർനാഹു ബിഉലാമിൻ ഹലീം, നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയെ ബശർന, സന്തോഷത്തോടു കൂടി നമ്മൾ നൽകി. അപ്പൊ സന്തോഷത്തോടു കൂടി നൽകുക, ഒരു സന്തോഷത്തിന്റെ വചനമാണ് പടച്ചറബ് അവിടെ ഉപയോഗിച്ച്. കൊടുത്തു എന്നല്ല പറഞ്ഞ്, സന്തോഷത്തോടു കൂടി. തബ്ശീർ, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നാൽ അത് വലിയൊരു സന്തോഷം തന്നെ. ആ സന്തോഷത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളില്ലാത്തൊരു മനുഷ്യന്റെ ദുഃഖം കാണും. വർഷങ്ങളോളമായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു കുഞ്ഞില്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വിഷമത്തിന്റെ ആഴം എത്രയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അവരുടെ മനസ്സിന്റെ സങ്കടം എത്രയാണ് നമുക്ക് പറഞ്ഞാൽ തീരുമോ? നിങ്ങളൊന്ന് ഓർക്കുന്നു. അവര് പല സ്ഥലത്തും അതിനുവേണ്ടി പ്രാർത്ഥനകളും അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് അവർ കടന്നു പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അത്തരമൊരു കുടുംബത്തിന്റെ വിഷമം, ആ കുടുംബത്തിൽ കുഞ്ഞില്ലാത്ത ആ വിഷമം കണ്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അവിടെയാണ് ഒരു കുഞ്ഞിന്റെ ജനനത്തിന്റെ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്മാരിൽ പോലും ഈ അവസ്ഥയുള്ള പ്രവാചകന്മാരുണ്ടായപ്പോൾ പടച്ചറബിനോട് ചോദിച്ചപ്പോൾ റബ്ബ് കൊടുത്ത മറുപടി അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാചകം പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് ചോദിക്കാൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ എനിക്ക് നിങ്കിൽ നിന്ന് ഒരു നല്ല കുഞ്ഞിനെ തരണേ തമ്പുരാനെ. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ പടച്ചറബിനോട് ചോദിച്ചു. ഇന്നക സമീഉദ് ദുആ, പ്രവാചകർ പറഞ്ഞു, പടച്ചോനെ നീ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനല്ലോ, എനിക്കൊരു കുഞ്ഞിനെ കൊണ്ട് റബ്ബേ, നല്ല കുഞ്ഞിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന കേട്ടിട്ട് സക്കരിയ നബി തങ്ങളോട് എന്താ മറുപടി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് ഈ സന്ദേശം മലക്കുകൾ മുഖേന കൊടുക്കുന്ന സമയത്ത് സക്കരിയ നബി തന്റെ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സക്കരിയ നബിയോട് പടച്ചറബ് പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ എന്ന പ്രാർത്ഥനയ്ക്ക് പടച്ചറബിന്റെ മറുപടി എന്താണ്? ഫനഅദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറഞ്ഞ വാചകം എന്താണ്? യുബശ്ശിറുക ബിയഹ്യ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഹ്യ എന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് ഇതാ സന്തോഷ വൃത്താന്തം കൊണ്ടുവരും. അവർ കുട്ടി ജനിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷമാണ്. അത് ഏത് കുട്ടിയാവട്ടെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ.
ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന സന്തോഷം ചെറുതല്ല. ഒരു ദമ്പതികൾക്ക് ദാമ്പത്യം പൂർത്തീകരിക്കുന്നത്, നമുക്കൊരു പിൻഗാമി ഉണ്ടാകുന്നതാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം സന്തോഷമായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ കുഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന, ഇസ്ലാമുള്ള ഒരു കുഞ്ഞായിരിക്കണം. നേരെ മറിച്ച് ഈ കുഞ്ഞ് വളരെ വൃത്തികെട്ടവനായി മാറിയാലോ ആ കുടുംബം അതുകൊണ്ട് നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മക്കൾ നന്നായാൽ കുടുംബത്തിന് വലിയ സമാധാനമുണ്ടാകും, മക്കൾ മോശമായാൽ കുടുംബത്തിന് അസമാധാനമുണ്ടാകും. ഈ കുഞ്ഞ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സന്തോഷമാണ്, അതേപോലെ ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ വളരെ ദുഃഖവും ആ കുടുംബത്തിനുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചു വളർന്ന ഒരു കുട്ടി, നമ്മൾ ആ കുട്ടിയെ കണ്ടും ആസ്വദിച്ചും ആ കുഞ്ഞിന്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും അവന്റെ പഠനവും രീതിയും ഒക്കെ കണ്ട് അവന്റെ കൂടെ അങ്ങനെ മനസ്സ് വളരുമ്പോൾ ഇടക്ക് വെച്ച് പടച്ചറബ് അതിനെ തിരിച്ചു വിളിച്ചാൽ ആ കുഞ്ഞിനെ പടച്ചറബ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വലിയ വിഷമം ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പടച്ചറബ് അത്തരം മാതാപിതാക്കൾക്ക് വലിയ പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നാളെ പരലോകത്ത് ഈ പിതാവിന് പടച്ചറബ് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ, ഞാൻ ആമുഖമായി ഓതിവെച്ച പരിശുദ്ധ ഖുർആന്റെ സൂക്തം ആ കുട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. വല്ലദീന ആമനൂ, വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, ഈമാനിൽ അവരെ പിൻപറ്റിയ പ്രിയപ്പെട്ട മക്കൾ, ആ പിതാവിനെ പോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ആ കുഞ്ഞുങ്ങളെ തീർച്ചയായും ഈ പിതാവിന്റെ കൂടെ ചേർത്ത് കൊടുക്കും. നാളെ പരലോകത്ത് പിതാവ് ചെല്ലുമ്പോ പിതാവിനെ സ്വീകരിക്കും ആ മക്കള്. ആ പിതാവിനും ആ മാതാവിനും ആ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞ് എന്തൊരു സന്തോഷമായിരുന്നു കൊടുത്തിരുന്നത്. അതേ സന്തോഷം നാളെ പരലോകത്ത് ആഖിറമാകുന്ന ഭവനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഈ ലോകം അവസാനിച്ചുകൊണ്ട് പരലോകത്ത് നമ്മൾ സുഖജീവിതത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പടച്ചറബ് ഈ കുഞ്ഞ്